കടം അപകടം കടം അപകടം കടം അപകടം കടം കടം അപകടം എന്തേ? അത് ഈ ഡം വെച്ച് 2 വാക്കാണ്. കടം അപകടം. ഓ, വേറെ ഒരു വാക്കൊന്നും നിനക്ക് അറിഞ്ഞൂടെ അല്ലേ? അല്ല, ഈ വീട്ടിൽ നിറയെ ഉള്ള സംഭവങ്ങളല്ലേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ. ഓ ഓ, ഭയങ്കര ഓർമ്മ തന്നെ. വേറെ വാക്ക് ഞാൻ പറഞ്ഞുതരാം. പപ്പടം, ഇരിപ്പിടം, നിൽപ്പിടം, അങ്ങനെയൊക്കെ വാക്കുകളുണ്ട് കേട്ടോ. വേറെ എല്ലായിടത്തും പഠിക്കാൻ കൊണ്ട്. അമ്മ എവിടെയാടി? അമ്മ അപ്പുറത്താ. ഓ, 24 മണിക്കൂർ അപ്പുറത്ത് തന്നെ. തങ്കം, തങ്കം, ഇങ്ങോട്ട് വന്നേ. എന്താ? ഇല്ല, ഒന്നുമില്ല. നിന്നെ കാണാത്തോണ്ട് ഞാൻ വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിന് വിളിച്ചു വേണേ, ഞാൻ സ്ഥലത്ത് പോയതല്ലേ. നീ ഇങ്ങനെ വെപ്രാളപ്പെട്ട് വരണ്ട. ഞാൻ ഒന്നുമില്ല, കുറെ നേരമായിട്ട് ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചെന്നുള്ളതേ ഉള്ളൂ. ഓ, എന്നെ കാണാതെ അങ്ങ് ഇരിക്കണ്ടാവില്ല. എന്തേ, നീ എവിടെ പോയ? ഞാൻ അമ്മയുടെ അടുത്ത് പോയി. അമ്മയ്ക്ക് ഒരു തലകറക്കം. ഒരു കുഴപ്പമില്ലണ്ടോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ഏയ് ചുമ്മാ. നീ വല്ലാതെ നിന്റെ മുഖത്തൊരു ക്ഷീണം കുഴപ്പമുണ്ടോ? എന്തേലും എന്തേലും ക്ഷീണം തോന്നണ്ടോ? ചുമ്മാതല്ല. അതേ, നീ പതിവായിട്ട് ഈ കളർ പൊട്ട് വെക്കാറുണ്ടോ? ഇല്ല. അതന്നെ ഈ ചുവപ്പല്ല നീ വെക്കണത്. നിന്റെ മുഖത്തിന് ഇത് ചേരണില്ല കേട്ടോ, സത്യം. അത് മാറ്റിക്കളാ. അതാ നിനക്ക് നിന്നെ കണ്ടിട്ട് എന്തോ ഒരു വ്യത്യാസം, നിന്റെ മുഖത്തിന് ഒരു ക്ഷീണം പോലെ. ബുക്കിൽ നോക്കിയത് പടിയടി. എന്തോന്ന് ഇവിടെ സിനിമ അടക്കുന്ന കണ്ടു ചിരിക്കാൻ. അതെ, ഞാൻ നിന്നോട് ഒരു 1000 രൂപ ചോദിച്ചാ നീ എന്താ വരും? ഞാൻ ഈ 2 കൈയില്ലേ ഇതെടുത്ത് ഇങ്ങനെ അങ്ങ് കൂപ്പിയിട്ട് അങ്ങ് നടന്നു പോകും. എങ്ങനെയുണ്ട്? അല്ല, 1000 രൂപ കടമായിട്ടാണ് ചോദിച്ചാൽ തിരിച്ചു തരാം. അപകടം കടം അപകടം കടം അപകടം കടം. എനിക്ക് വേറെ ഒന്നും പഠിക്കാല്ലേടി? ഓ, ഓക്കെ. അപ്പോഴും ഇതൊക്കെ ഉള്ളു പഠിക്കാം. വേറെ ഒരു എടുത്തോട്ട് പോകാൻ കൊണ്ട്. എന്താ അറിയാമോ, ആ നടരാജന്റെ കാര്യം, നടരാജൻ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് എന്നെ അങ്ങ് പ്രതീക്ഷകൾ തരുവേ. എന്താ വെച്ചാൽ ഞാൻ അത് പ്രതീക്ഷിച്ച് നിന്നിട്ടാ. ചില സമയം ഇത് തന്നെയാണ് നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റി. നേരെ എന്റെ കണക്കൂട്ടലുകൾ വളരെ മുമ്പേ തെറ്റിയായിരുന്നല്ലോ. അതെ, നിന്നിട്ട് കാര്യമില്ലാട്ടാ. പുറത്തുപോയി എവിടെയെങ്കിലും തിരക്കിക്കോ. അതിന് എനിക്കിവിടെ ആരുടെ ഒത്താശ വേണ്ട. എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്. ഓ ഇല്ല, ആൾക്കാർ വന്നേക്കുന്നു. തക്കളിമോളെ, മോനിപ്പോ കടം അപകടം എന്ന് വായിച്ചില്ലേ? അത് പഠിച്ചത് തന്നെയാണോ? പഠിച്ചതാണെങ്കിൽ കുഴപ്പമില്ല. എന്റെ ആടിനെ കളിയാക്കിയതാണെങ്കിലേ ഈ മൂക്ക് ചെത്തിയാലും ഉപ്പിലിടും. അതെ സാറേ, ഞാൻ ഇന്ന് എത്തിക്കാം സാറേ. ഞാൻ പാലാലിച്ചിട്ട് 5 മിനിറ്റ് എത്തിക്കാം. അയ്യോ, ഇങ്ങോട്ടത് വാ. നീ എവിടെ പോണ്? നീ എങ്ങോട്ട് പോണ്? റോഡ് വരെ ഒന്ന് പോയിട്ട് ഇപ്പോഴും കണ്ടു വരുമോ? ഓ, 1 മണിക്കൂറിനകത്ത് വരും. പിന്നെ ഇത് മുടങ്ങരുതെന്ന് പറഞ്ഞ് ഡോക്ടർ എനിക്ക് കുറിച്ച് തന്ന മരുന്നാണ്. ഇത് മുടങ്ങിയിട്ട് ഒരാഴ്ച. ഞാൻ എത്ര പ്രാവശ്യം അവൻ്റെ അടുത്ത് പറഞ്ഞെന്നറിയാമോ? ഒരാഴ്ചയായിട്ട് അവൻ്റെ പുറകെ ഞാൻ പറഞ്ഞോണ്ട് കിടക്കുകയാണ്. ഇതുവരെ അവൻ വാങ്ങിച്ചോണ്ട് തന്നില്ല. ഒന്ന് വാങ്ങിച്ചോണ്ടോ? അമ്മ, അടുത്ത ആഴ്ചയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം അമ്മ. അയ്യോ എടാ, ഇത് ഒരാഴ്ചയായിട്ട് എനിക്ക് ഒട്ടും വയ്യാത്തോണ്ടല്ലേ നിന്റെ അടുത്ത് പറയുന്നത്. എന്റെ പൈസ ഇപ്പൊ ഇല്ല, ഒരാഴ്ച കഴിഞ്ഞേ കിട്ടുള്ളൂ. പൈസയുടെ കാര്യത്തിന് വിഷമിക്കണ്ട. പൈസ എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. പിടി. അമ്മ എന്നാ പിന്നെ ഇരിക്കും പതുക്ക. നല്ല പൈസ ഉണ്ടെങ്കിൽ പിന്നെ വാങ്ങിച്ചോണ്ട് പറഞ്ഞാൽ എനിക്ക് എന്തരാ അമ്മ കുഴപ്പം. രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റതും തല ഇറങ്ങി അടിച്ചേലി അങ്ങ് വീണ് തന്നെ. പിന്നെ പിള്ളേരെല്ലാരും കൂടെ 1200 രൂപ ആവത്തുള്ളെന്നാണ് പറയുന്നത്. എന്നാലും 2000 രൂപ വേണ്ടിയിരിക്കട്ടെ. അമ്മ, പിന്നെ ഈ ഗുളിക വാങ്ങണം. പിന്നെ വേറെ എന്തൊക്കെ അസ്വസ്ഥതയുണ്ട് അമ്മയ്ക്ക് ഇപ്പൊ? എന്തേടാ, എനിക്ക് അസ്വസ്ഥതയേ ഉള്ളു. തൽക്കാലം എന്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി നീ ഈ ഗുളിക ഒന്ന് വാങ്ങിച്ചോണ്ട് വാ. ഇത് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം അമ്മ. വേറെ എന്തൊക്കെയോ അസ്വസ്ഥത അമ്മയുടെ മുഖം കണ്ടാലുണ്ട്. വേറെ ബുദ്ധിമുട്ട് എന്തൊക്കെയുണ്ട് പറ അമ്മ. നീ എല്ലാത്തിനും മരുന്ന് ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരിക. മരുന്ന് കുറച്ചൊക്കെ ഇരിപ്പുണ്ട്. അമ്മ ആയിക്കോട്ടെ, എങ്കിൽ പോലും അമ്മയുടെ അസ്വസ്ഥതകളും അസുഖങ്ങളും പറയാമ്മ. ഇത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കൈകാല് പെരുപ്പ്,
ഒരുമാതിരി എഴുന്നേക്കുമ്പോ ഉടനെ തല ഇറങ്ങി മറിഞ്ഞ് വീഴാൻ പോകുന്നു. ഓ തലകറക്കം ഉണ്ടല്ലേ? അയ്യോ, ശ്വാസം മുട്ടോ? തല ഇറക്കുമ്പോഴാണ് ഈ ശ്വാസം മുട്ടി കൂടുന്നത്. കുറച്ച് സംസാരിക്കാം വയ്യ, സംസാരിക്കാൻ പറ്റില്ല. പിന്നെ കാലില് നീര്. അയ്യോ, നീര് അതുപോലെ കിടക്കുന്നു. അതിനാല് ഈ ധന്യന്തരം കുഴമ്പ് വാങ്ങിച്ചു വരുന്നത്. അത് അതിന് തീരൂല, ധന്യന്തരം കുഴമ്പില് തീരൂല. ഗുളിക കഴിച്ചാലേ മാറാം. അതിനുള്ള ഗുളിക കഴിച്ചോണ്ടിരിക്കല്ലേ? അതിനും കഴിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ധന്യന്തരം ഇടുമ്പോ എനിക്കൊരു ആശ്വാസം. പിന്നെ ഈ വേറെ പിന്നീട് ഏത് സമയം വരുന്നെന്ന് അറിയാൻ പറ്റത്തില്ല. അയ്യോ, പിന്നെ ആണെങ്കിലുണ്ടല്ലോ എനിക്ക് ഈ മുട്ടിന്ന് അടിവയറ്റിന്നെല്ലാം എന്തോന്ന് ഒന്നിങ്ങോട്ട് വന്ന് തലയിലോട്ട് ചുമ്മാടുപോലെ ചുരുണ്ട് കൂടുന്നു. അപ്പുറത്തെ ദേവകിയുടെ പറഞ്ഞപ്പോ ദേവകി പറയുക പ്ലഷറാണെന്ന്. എനിക്ക് പ്രഷറിന്റെ ഗുളിക കഴിച്ചോണ്ടിരിക്കുകയാണ്. ഷുഗറിൻ്റെതും കഴിക്കുന്നത്. അതൊക്കെ തീർന്നു തുടങ്ങി. ഇപ്പൊ എനിക്ക് ഇതിന്റെ വിമിഷോ കൂടുന്നത്. ഇതല്ലാതെ പുതിയ ബുദ്ധിമുട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? എടാ, ഈ കാലിന്റെ പെരിൽവെരലിന്നൊരു വല്ലാത്ത ഒരു വെപ്രാളം ഇങ്ങോട്ട് വന്നാൽ ഞാൻ അടിച്ചാല് വീഴും. അതൊന്ന് രാവിലെ വന്നടാ, ഞാൻ അടിച്ചാല് വീണ്. പിന്നെ പിള്ളേരെന്നെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് തളിച്ചത്തിരി വെള്ളമൊക്കെ തന്നെ. കുഴപ്പമില്ല അമ്മ, ഞാൻ മാറ്റോണ്ട് വരാം. എടാ, ഇന്നലെ മഴ പെയ്തില്ലേ? അതിലിന്നലെ മൊത്തം നനഞ്ഞു കാരണം അമ്മയുടെ മരുന്നിന്റെ ലിസ്റ്റ് എന്റെ പോക്കറ്റിലായിരുന്നു. അത് കുതിർന്നു പോയി. നിറച്ചുറുമ്പാണ്. പതുക്കെ കിട്ടിയാ മതി. മരുന്ന് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പുകല്. വെറുതെ കാലമായിട്ട് കഴിച്ചോണ്ടിരിക്കണ മരുന്നാണ്, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോഴേ നീ എന്നെ മെഡിക്കൽ സ്റ്റോറിലെന്ന് പറഞ്ഞു. ആദ്യം ഇതൊന്ന് കഴിയട്ടെ, പോണ കാര്യമാണ് പറയണത്. അവിടെ അങ്ങനെ നിക്കണേല് കുഴപ്പമൊന്നുമില്ല അല്ലേ? എന്താ അവിടെ നിന്നു അന്ന് പിടിച്ചും വലിച്ചു കളയണത്. ആടാ, അത് വെട്ടിക്കളഞ്ഞാൽ മതി, എത്ര വലിയ വിഷയമൊന്നുമില്ല. ഞാൻ കയറട്ടെ? ഞാൻ കയറട്ടെ? എവിടെ? ഹോസ്പിറ്റലാ? ഇനി കേറിക്കോ. ഏടിയാ പിന്നടേ? കേറിക്കോ. അമ്മ, അമ്മ, പതുക്കെ പതുക്കെ പതുക്കെ. അയ്യോ, വെപ്രാളൊന്നും വേണ്ട. അതൊക്കെ അങ്ങോട്ട് ഉണങ്ങുന്നടാ. അതെ, ഗുളിക മരുന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാം കിട്ടിയാ? ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം വാങ്ങിച്ചാ നീ? എല്ലാം വാങ്ങിച്ചു. അമ്മയുടെ അസുഖങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞപ്പോ എല്ലാ ഗുളികയും കിട്ടിയിട്ടുണ്ട്. വേണ്ട, ഞാൻ കഴിക്കുന്ന ഗുളിക എനിക്ക് കണ്ടാലറിയാം. എന്റെ അമ്മ, ഇതെന്തെന്നറിയാമോ? ഇത് അമ്മ കഴിക്കുന്ന ഗുളിക തന്നെ. ഇത് കവർ മാറ്റം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് പുതിയ കമ്പനിയുടെ ആണ്. ഇതെനിക്ക് വേണ്ട, ഇത് ഞാൻ കഴിക്കുന്നതല്ല. ഞാൻ സ്ഥിരം കഴിക്കുന്ന ഇതല്ല. എനിക്ക് കണ്ണു അടച്ചോണ്ട് ഞാൻ പറയുന്ന ഇതല്ല. അമ്മ മരുന്ന് ഇത് തന്നെ അമ്മ. ഇത് വേറെ കമ്പനിയുടെ പുതിയ കവറില്. അതെ, ഈ GST വന്നില്ലേ, അതിൽ പിന്നെ പുതിയ കവറും വിലയൊക്കെ മാറി ടാക്സ് എല്ലാം മാറ്റിയിട്ട് അവർ പുതിയതായിട്ട് ഇറക്കിയതാ സംഭവം. അമ്മ കഴിച്ചോണ്ടിരിക്കുന്ന അതേ മരുന്ന് വേറൊരു കമ്പനിയുടെ, അത്രേ ഉള്ളൂ. ഇത് അമ്മ അങ്ങോട്ട് കഴിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ അമ്മയുടെ മറ്റേ വയറിന്റെ ഗ്യാസ് അതിൻ്റെ ഇതുണ്ട് ഇതിൽ. ഇതെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അത് നോക്കി ഞാൻ കഴിക്കണം. അത് ഞാൻ പതിവായിട്ട് കഴിക്കുന്നത് പോലെ അങ്ങ് കഴിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പൊ 3 നേരം കഴിക്കണേ 3 നേരം കഴിക്കാം. ബാക്കി പൈസ ഉണ്ട്. പിന്നെ ഞാൻ മെഡിക്കൽ സ്റ്റോർ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ അവൻ പുതിയൊരു മരുന്ന് വന്നിട്ടുണ്ട്, ഈ സിറപ്പ് കുടിക്കാൻ. വേണ്ട, ഞാൻ സിറപ്പൊന്നും കുടിക്കത്തില്ല. അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് വേറെ മരുന്നുകൾ. ഇത് കുടിച്ചാണ്ടല്ല അമ്മ നല്ല പ്രസരിപ്പ് കിട്ടും അമ്മ. പിന്നെ അമ്മയുടെ ഈ ആലസ്യമൊക്കെ ഉണ്ടല്ലോ, ഈ അലസതയൊക്കെ മാറിക്കിട്ടും. ഇത് രാവിലെയും വൈകിട്ടും ഒരു 5 ml വെച്ച് കുടിച്ചാൽ മതി കേട്ടോ. രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് വേണ്ടേ? ഉച്ചയ്ക്ക് വേണ്ട, രാവിലെ വൈകിട്ട്. പിന്നെ ഇച്ചിരി ഉറക്കം തോന്നും അത് കഴിക്കുമ്പോൾ. ബാക്കി പൈസയൊക്കെ തരാം. അമ്മേരെ മോൻ എപ്പോഴും പോയാൽ 1200 രൂപ രാവിലെ മരുന്ന് വാങ്ങിക്കുമ്പോൾ. ക്ലീറ്റസ് പോയപ്പോൾ 1000 രൂപ എടുത്തോളൂ. കണ്ടാ? എന്താ നമ്മ ഇത്? എന്താ ക്ലീറ്റസ് ഇതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യാം? അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ, ഞാൻ അതൊന്ന് മനസ്സിൽ കൊണ്ടുവന്നു. എന്റെ മക്കള് ചെയ്യാത്തത് എന്റെ മരുമോൻ ചെയ്തല്ല, നിനക്ക് പുണ്യം കിട്ടുവാടാ. നമുക്ക് പുണ്യമൊന്നും വേണ്ട, നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നാൽ മതി. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കും. അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. കൃത്യമായിട്ട് കഴിക്കണം. പോയി കിടക്ക്. രാവിലെ വൈകിട്ടും അമ്മ പഴയ കഴിച്ചോണ്ടിരിക്കണം. ഉച്ചയ്ക്കും വൈകിട്ടും കൊണ്ടാക്കണോ അങ്ങോട്ട്? അതൊക്കെ എന്താണ്? അമ്മയ്ക്ക് എന്തൊക്കെ എന്താ? എന്താണ്? അമ്മ 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 എന്താ എന്താ എന്താ?
എന്തടി എന്താ അമ്മയ്ക്ക് കൊടുത്തത്? എനിക്ക് അമ്മ എനിക്ക് പേടിയാവുന്നു. അതെ ആ ഗുളിക കഴിക്കേണ്ട കൊടുത്തേ. ഗുളിക കൊടുത്തേ. ഗുളിക കഴിച്ചില്ല. ഗുളിക കഴിച്ചോ? ഗുളിക കൊടുത്തേ. ക്ലീറ്റു ചേട്ടൻ മേടിച്ചോണ്ട് വന്നു. പള്ളിയിൽ കഴിച്ചിട്ട് അമ്മ കഴിച്ചതാ ഗുളിക. എവിടെ ഗുളിക? അമ്മ എന്ത് ഗുളിക കഴിച്ചേ? അതെ ഇതാണോ വാങ്ങിച്ചോണ്ട് ദൈവമേ, ക്ലീറ്റസ് 42 വയസ്സ്. ഇതെന്താ ഇത്? ക്ലീറ്റു ചേട്ടൻ ഗുളികയാണ് എടുത്ത് കഴിച്ചേ. അളിയാ 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 അമ്മ വീടെടുക്കണം. ഒന്ന് വന്നേ. അമ്മേ നീ എന്ത് ഗുളിക അമ്മക്ക് കൊടുത്തത്? ആ ലിസ്റ്റ് എടുത്തേ. ആ ലിസ്റ്റ് കാണിക്ക്. ഇതെന്തത്? ക്ലീറ്റസ് 42 വയസ്സ്. നീ എന്തൊക്കെ ഗുളികയാണ് അമ്മക്ക് കൊടുത്തത്? അളിയാ, ഞാൻ പുറത്തോട്ട് പോകാൻ നേരത്തെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കനകനോട് പറഞ്ഞിട്ട് മരുന്നൊന്നും മേടിച്ചോണ്ട് തരണില്ല, മക്കൾ ഇച്ചിരി മേടിച്ചോണ്ട് തരുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അമ്മ എൻ്റെ 2000 രൂപയും തന്നു. ഞാൻ നമ്മുടെ സർക്കാർ ആശുപത്രി പോയി അമ്മയ്ക്ക് വേണ്ട മരുന്നെല്ലാം മേടിച്ചോണ്ട് കൊടുത്തു. എടാ, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ നീ എന്തിനാ സർക്കാർ ആശുപത്രി പോയതെന്ന്? അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കുന്ന മെഡിക്കൽ സ്റ്റോറിലല്ലേ, അവിടെ പറഞ്ഞ സാധനം തരൂലേ? അതുകൊണ്ട് ഈ മരുന്നെല്ലാം ഫ്രീ ആയിട്ട് സർക്കാർ ആശുപത്രി കൊടുക്കണുണ്ടോ അളിയാ? അങ്ങനെ ഞാൻ ഡോക്ടറെ കയറി കണ്ടു, അമ്മയുടെ അസുഖങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ആരാ രോഗി എവിടെയെന്ന് ചോദിച്ചപ്പം അമ്മയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് രോഗി എന്ന് പറഞ്ഞ്. അങ്ങനെ ഡോക്ടർ കുറേ മരുന്ന് എഴുതി തന്ന് ആ ഗുളികയെല്ലാം വാങ്ങിച്ച് ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അതിന് സർക്കാർ ആശുപത്രിയിൽ എന്തിനാണ് പൈസ? സർക്കാർ ആശുപത്രിയിൽ മരുന്നിന് പൈസ വേണ്ടല്ലോ. വേണ്ട. ആ, അപ്പൊ 1000 രൂപ 1000 മറിച്ച്. ഒരു 1000 രൂപയ്ക്ക് വേണ്ടി നീ എന്തിനാണ് ഈ 42 വയസ്സുള്ള ആരോഗ്യമുള്ള നിനക്ക് എഴുതിയിട്ടുള്ള മരുന്ന് ഈ അമ്മയെ തിരിച്ചത്? ഈ തള്ളക്ക് 19 വയസ്സിലുള്ള പ്രായം. ഇനി മിഴിച്ചു നിൽക്കേണ്ട വണ്ടി വിളിക്ക് ആശുപത്രി കൊണ്ടുപോകുന്നേ. അമ്മ അമ്മ എടുക്ക് വണ്ടി വിളിക്കണേ.